കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തെയാണ് നാം അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തുമലയും കവളപ്പാറയും പെട്ടിമുടിയിലെയും ദുരന്തങ്ങൾ കണ്ട കേരള ജനത വീണ്ടും ഒരു മഹാദുരന്തത്തിന് മൂകസാക്ഷിയാവുകയാണ്. സ്കൂളുകളൊക്കെ മൊത്തം പോയി, സ്കൂളൊക്കെ ഒലിച്ചുപോയി. അർദ്ധരാത്രിയിൽ വയനാടിന്റെ ഹൃദയം തകർത്തുകൊണ്ട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ മരണസംഖ്യ 100 കവിഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കുമായി നിരവധി പേർ സന്നദ്ധരായി വരുന്നതും അതിജീവിച്ചവർക്കും രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്നതും രക്തബാങ്കിന് മുന്നിൽ രക്തം ദാനം ചെയ്യാൻ നിൽക്കുന്നവരുടെ ക്യൂവും എന്നിങ്ങനെ നിരവധി വാർത്തകൾ ദുരന്തമുഖത്തും ആശ്വാസമാകുന്നുണ്ട്. അവശ്യ സാധനങ്ങളുമായി എത്താൻ തയ്യാറായിരിക്കുന്ന നിരവധി മനുഷ്യരെയും ഇവിടെ കാണാൻ സാധിക്കും. അതിർവരമ്പുകളില്ലാതെ പച്ചയായ മനുഷ്യൻ മാത്രമായി മാറുന്ന കാഴ്ചയാണ് ദുരന്തഭൂമികളിൽ കാണാൻ സാധിക്കുക. ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ അതിജീവിക്കുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. രക്ഷപ്പെട്ടവരിൽ പലരും ഉറ്റവരെ കാണാതെ നെഞ്ചു പിടഞ്ഞിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെ ആശുപത്രിയിലും മറ്റും ചികിത്സയിൽ കഴിയുന്നവർ വേറെയും. ചൂരൽമലയിൽ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സാഹസികമായി ലാൻഡ് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെങ്കിലും ഇനിയും ഉയരുന്ന മരണസംഖ്യ ആശങ്കയും ദുഃഖവും വർദ്ധിപ്പിക്കുകയാണ്. പരിക്കേറ്റവരെ ചികിത്സിക്കാനായി ചൂരൽമലയിലെ പള്ളിയിലും മദ്രസയിലും താത്കാലിക ആശുപത്രി സജ്ജമാക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ പലതും ഒഴുകിയെത്തിയ നിലയിൽ മലപ്പുറം ജില്ലയിലെ ചാലിയാർ നദിയിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇപ്പോഴും ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നിശ്ചയിക്കാനായിട്ടില്ല. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയാവുകയാണ്. ഉരുൾപൊട്ടൽ എത്ര ജീവനുകൾ ഇല്ലാതാക്കിയെന്ന് ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. പുത്തുമലയിലെ ദുരന്തത്തിന് 5 ആണ്ട് തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു ദുരന്തം വരുന്നത്. ഉറങ്ങിക്കിടക്കുന്ന നിരവധി മനുഷ്യരുടെ മുകളിലേക്കാണ് ഒരു മലയൊട്ടാകെ കുത്തിയൊലിച്ചു വന്നത്. കേരളമാകെ ഒറ്റക്കെട്ടായി ദുരന്തത്തെ അതിജീവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.